ദൈവത്തിൻ്റെ രാജ്യം തേടാം, തിരുനാമം വാഴ്ത്തിപ്പാടിടാം. ആദ്യം ദൈവത്തിൻ്റെ നീതി തേടാം, തിരുവചനം എങ്ങും ഘോഷിക്കാം. ദൈവം തന്റെ കാരുണ്യത്തിൻ സ്നേഹമേകി എന്നെന്നും നമ്മെ കാക്കുന്നു. നിത്യജീവൻ നൽകിയിടുന്ന ശാന്തി തൂകി എന്നെന്നും നമ്മെ പോറ്റുന്നു. പാടാം പാടാം നാഥനു ജയസങ്കീർത്തനം, പാടാം പാടാം നാഥനു പുതുസങ്കീർത്തനം. ദൈവത്തിൻ ജനനേ അനുതാപത്തോടെ കർത്താവിന്നരുളിയിടും വചനം കേട്ടിടൂ. ദൈവത്തിൻ ജനനേ അനുതാപത്തോടെ കർത്താവിന്നരുളിയിടും വചനം കേട്ടിടൂ. അധ്വാനിക്കുന്നോരെ ഭാരം വഹിപ്പോരെ, അധ്വാനിക്കുന്നോരെ ഭാരം വഹിപ്പോരെ. ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിരക്കേശുപയാനന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നെ നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. മറിയമേ, നിനക്ക് സമാധാനം. കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. നിരവധമായ ഞങ്ങൾക്ക് വേണ്ടി എത്രയും മാതാവേ, ഇതിന്റെ സങ്കേതത്തിലൂടെ വന്ന് സഹായം അപേക്ഷിച്ച് യാതിക്കത്തെ പ്രതീക്ഷയുടെ സന്നിധി നിൽക്കുന്നു. മാതാവേ, ഗവേഷിക്കാതെ ദയാവനം കിട്ടുന്നമേ. ആമീൻ. നാമത്തിൽ ൊരു നാളും ദൈവം നൽകിയിടും സ്നേഹം അകന്നു പോവുകയില്ലൊരു നാളും അനന്ത
കാരുണ്യം അസ്തമിക്കുകയില്ലൊരു നാളും ദൈവം നൽകിയിടും സ്നേഹം അകന്നു പോവുകയില്ലൊരു നാളും ആനന്ദകാരുണ്യം കാവൽക്കാരൻ തുണയെനിക്കേകുന്നവൻ കർത്താവാണിൻ കാവൽക്കാരൻ തുണയെനിക്കേകുന്നവൻ എനിക്കു സഹായമേകാൻ തണലായി നിൽക്കുന്നവൻ എനിക്കു സഹായമേകാൻ തണലായി നിൽക്കുന്നവൻ ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം അസ്തമിക്കുകയില്ലൊരു നാളും ദൈവം നൽകിയിടും സ്നേഹം അകന്നു പോവുകയില്ലൊരു നാളും ആനന്ദകാരുണ്യം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം വിശ്വസ്തനാം പരിപാലകൻ കൃപയെനിക്കേകുന്നവൻ വിശ്വസ്തനാം പരിപാലകൻ കൃപയെനിക്കേകുന്നവൻ എനിക്കു പുതുജീവനേകാൻ എന്നും വാഴുന്നവൻ എനിക്കു പുതുജീവനേകാൻ എന്നും വാഴുന്നവൻ ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം അസ്തമിക്കുകയില്ലൊരു നാളും ദൈവം നൽകിയിടും സ്നേഹം അകന്നു പോവുകയില്ലൊരു നാളും ആനന്ദകാരുണ്യം ആനന്ദകാരുണ്യം When I see you, I run out of words to say. I wouldn't leave you, 'cause you're that type of girl to make me stay.
sunshine, be your baby father. Girl, I just wanna show you that I love what you are doing. I see you in the club, down there. I wanna get with you. Yeah, I see you in the club, you showing us love. I wanna get with you. You're so beautiful, so damn beautiful. Said you're so beautiful, so damn beautiful. You're so beautiful, 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 beautiful. You're so beautiful, 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 beautiful. You're so beautiful. Like the clouds you drift me away, far away. Yeah, and like the sun you brighten the day, you brighten the day. Yeah, I never wanna see you cry, 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 and I never wanna tell a lie, lie, lie. Said I never wanna see you cry, cry, cry. ಮಲಯಾಳಂ ಹೇಳಿದರೆ ಎಲ್ಲರಿಗೂ ಅರ್ಥ ಆಗ್ತದಾ? ಇಲ್ಲಲ್ಲ, ಆಗ್ತದಾ? ನಿನಗೆ ಅರ್ಥ ಆಗ್ತದ? ಮಲಯಾಳಂ ಗೊತ್ತುಂಟ? ಕನ್ನಡದಲ್ಲಿ ಪುತ್ತೂರು ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪ್ರಧಾನ ಧರ್ಮಗುರುಗಳು ವಂದನೀಯ ಡಾಕ್ಟರ್ ಎಲ್ ದೋಪುತ್ತಂಗಂಡത്തിൽ ಈ ಧರ್ಮಕ್ಷೇತ್ರದ ಧರ್ಮಗುರುಗಳು ವಂದನೀಯ ಫಾದರ್ ದಾನಿಯಲ್, ಫಾದರ್ ಫಿಲಿಪ್ ಹಾಗೂ ನೆರೆದಿರುವಂಥ ಎಲ್ಲ ಧರ್ಮ ಗುರುಗಳೇ, ಸಿಸ್ಟರ್, ನೆರೆದಿರುವಂಥ ನಮ್ಮ ನೆಚ್ಚಿನ ಆಲ್ವಿನ್ ಶಾಂತಿ ಇವರ ಹೆತ್ತವರು, ಬಂಧು ಭಗಿನಿಯರು, ಎಲ್ಲರಿಗೂ ಈ ದಿನದ ನಮನಗಳನ್ನು ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ನಾವು ವಿಶೇಷವಾಗಿ ಈ ದೇವಾಲಯದಲ್ಲಿ ಇವತ್ತು ಸೇರಿದ್ದೇವೆ. ಅದು ಈ ಮದುವೆಯ ಶುಭ ಮುಹೂರ್ತ. ಈ ಶುಭ ಮುಹೂರ್ತ ಮಲಂಗರ ಕ್ಯಾಥಲಿಕ್ ಚರ್ಚಿನ ವಿಧಿ ವಿಧಾನಗಳ ಪ್ರಕಾರ ನಡೆಯಲಿದೆ. ಬಹುಶಃ ಇದೊಂದು ಹೊಸ ರೀತಿಯ, ಮೊದಲಾಗಿ ನೀವು ನೋಡಲು ಹೋಗುವಂಥ ಒಂದು ವಿಧಿವಿಧಾನ. ಜಾಗತಿಕ ಧರ್ಮ ಸಭೆಯಲ್ಲಿ, ಕಥೋಲಿಕ ಧರ್ಮ ಸಭೆಯಲ್ಲಿ 24 ವ್ಯಕ್ತಿಗತ ಧರ್ಮ ಸಭೆಗಳಿವೆ. ಧರ್ಮ ಸಭೆಗಳಲ್ಲಿ 2 ಪರಂಪರೆಯಿಂದ ಸೇರಿದ ಪಾಶ್ಚಾತ್ಯ ಹಾಗೂ ಪೌರಾತ್ಯ ಎಂಬ ಸಂಸ್ಕೃತಿಯ ಭಾಷೆಗಳ ಉಪಯೋಗದ, ಅದೇ ರೀತಿ ವಿಧಿವಿಧಾನಗಳ
ಆಚರಣೆಯ ಮೂಲಕ ವ್ಯತ್ಯಸ್ತವಾಗಿದ್ದರೂ ಪರಸ್ಪರ ಪೂರಕವಾದಂಥ ಧರ್ಮ ಸಭೆಯ ಪರಂಪರೆಗಳು. ಈ 24ರಲ್ಲಿ ಲ್ಯಾಟಿನ್ ಮತ್ತು ಅಂಬ್ರೋಸಿಯನ್ ರೀತಿಗಳು, ರೈಟ್ ಅಂತ ನಾವು ಹೇಳ್ತೇವೆ, ರೀತಿಗಳು, ಅದು ಜಾಗತಿಕ ಮಹಾಸಭೆಯ ಹೆಚ್ಚಿನ ಪಾಲನ್ನು ಸೂಚನೆ ಮಾಡುತ್ತದೆ. ಬಾಕಿ ಇರುವಂಥ 22 ವ್ಯಕ್ತಿಗತ ಧರ್ಮ ಸಭೆಗಳು ಪೌರಾತ್ಯವಾದಂಥ ಪರಂಪರೆಯಿಂದ, ಅದೇ ರೀತಿ ಗ್ರೀಕ್, ಹೀಬ್ರೂ, ಅದೇ ರೀತಿ ಮಲಂಕರ ಕಥೋಲಿಕ ಧರ್ಮಸಭೆಗೆ ಬರುವಾಗ ಸುರಿಯಾನಿ, ಸಿರಿಯಕ್ ಭಾಷೆಯನ್ನು ತಮ್ಮ ಆಚರಣೆಗಳಲ್ಲಿ ಉಪಯೋಗ ಮಾಡ್ತಾ ಬಂದಿದ್ದೇವೆ. ಈ ರೀತಿಯ 2 ವ್ಯತ್ಯಸ್ತವಾದಂಥ ಧರ್ಮಸಭೆಯ ಪರಂಪರೆಗಳಿದ್ದರೂ ಅವು ಪೂರಕವಾಗಿಯೂ, ಅದೇ ರೀತಿ ಈ 24 ವ್ಯಕ್ತಿಗತ ಧರ್ಮಸಭೆಗಳ ಪರಮೋನ್ನತ ಧರ್ಮಗುರುಗಳು ಪೋಪರವರಾಗಿದ್ದಾರೆ, ಜಗದ್ಗುರು ಪೋಪರವರಾಗಿದ್ದಾರೆ. ಈ ಆಯಾ ಧರ್ಮ ಸಭೆಗಳು ಅವರವರಿಗೆ ಪರಂಪರಾಗಿ ಬಂದಿರುವಂಥ ಈ ವಿಧಿವಿಧಾನಗಳ ಮುಖಾಂತರ ಈ ಆಚರಣೆಯನ್ನು ಮಾಡುತ್ತಾ ಬಂದಿದ್ದೇವೆ. ಮಲಂಕರ ಸಿರಿಯನ್ ಕಥೋಲಿಕ ಧರ್ಮಸಭೆ ಈ ಅಂಥೋಕ್ಯನ್ ಪರಂಪರೆಯ ಮೂಲವಾಗಿ ಸಿರಿಯಕ್ ಅಥವಾ ಸುರಿಯಾನಿ ಭಾಷೆಯನ್ನು ತಮ್ಮ ಆಚರಣೆಯಲ್ಲಿ ಉಪಯೋಗಿಸ್ತಾ ಬಂದಿದೆ. ಅದೇ ರೀತಿ ಶಾಂತಿಯ ಧರ್ಮಸಭೆಯಲ್ಲಿ ಲ್ಯಾಟಿನ್ ಆ ಮೂಲ ಭಾಷೆಯಾಗಿದೆ. ಇದು ಅದರ ವ್ಯತ್ಯಾಸಗಳು. ಇವತ್ತು ನಾವಿಲ್ಲಿ ಈ ನಮ್ಮ ಕರ್ತರಾದ ದೇವರು ಯೇಸು ಕ್ರಿಸ್ತರು ತಮ್ಮ ಜೀವಿತಾವಧಿಯಲ್ಲಿ ನರಮಾನವನಾಗಿದ್ದ ಸಮಯದಲ್ಲಿ ತಮ್ಮ ಪ್ರಘೋಷಣೆಯ ಮುಖಾಂತರ ತಮ್ಮ ದಿನನಿತ್ಯದ ಕರ್ತವ್ಯಗಳ ಆಗುಹೋಗುಗಳ ಮುಖಾಂತರ 7 ಸಂಸ್ಕಾರಗಳನ್ನು ನಮಗೆ ಕೊಟ್ಟಿರುತ್ತಾರೆ. 7 ಸಂಸ್ಕಾರಗಳು ಒಬ್ಬ ವಿಶ್ವಾಸ ಸಮೂಹದ ಮಧ್ಯೆ ಅದೃಶ್ಯವಾಗಿರುವಂಥ ದೇವರ ವರದಾನಗಳನ್ನು ದೃಶ್ಯವಾದಂಥ ರೀತಿಯಲ್ಲಿ ಸಂಕೇತಗಳ, ನಾವು ಉಪಯೋಗ ಮಾಡುವಂಥ ವಸ್ತುಗಳ ಮುಖಾಂತರ ಹಾಗೂ ಇದಕ್ಕೆ ನೇತೃತ್ವವನ್ನು ಕೊಡುವಂಥ ಧರ್ಮಗುರುಗಳ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ದೇವರ ವರದಾನಗಳನ್ನು ನಮ್ಮ ಮಧ್ಯೆ ಉಂಟು ಮಲಯಾಳದಲ್ಲಿ ಕೂದಾಶೆ ಎಂದು ನಾವು ಹೇಳುವಂಥದ್ದು. ಇದು ನಮ್ಮ ಕರ್ತರಿಂದ ಸ್ಥಾಪಿತವಾದಂಥ 7ರಲ್ಲಿ 1 ಸಂಸ್ಕಾರ, ಮದುವೆ. ವಿವಿಧ ರೀತಿಯಲ್ಲಿ ನಾವು ಅದನ್ನು ಆಚರಣೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಆಯಾ ಧರ್ಮ ಸಭೆಗಳಿಗೆ ಸೇರಿದ ವಿಧಿವಿಧಾನಗಳ ಮುಖಾಂತರ ಅದನ್ನು ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಇದು ಇವತ್ತು ನಡೆಯುವಂಥದ್ದು ಮಲಂಕರ ಕಥೋಲಿಕ ಧರ್ಮಸಭೆಯ ವಿಧಿವಿಧಾನಗಳ ಪ್ರಕಾರ. ಇಲ್ಲಿ ನಾವು ಗಮನಿಸುವಂಥ ವಿಚಾರಗಳು 4. ಈ ಮದುವೆಯ ಆಚರಣೆಯ ವಿಧಿವಿಧಾನಗಳ ಮುಖಾಂತರ ನಾವಿಲ್ಲಿ ಮಾಡುವಂಥದ್ದು 4 ಸಂಗತಿಗಳನ್ನು ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಒಂದನೇದಾಗಿ, ಮೊದಲೇ ಇವರು ಎಂಗೇಜ್ಮೆಂಟ್ ಮಾಡಿದಾಗ ನಿಮ್ಮ ಲತೀನ್ ಧರ್ಮ ಕ್ಷೇತ್ರದಲ್ಲಿ ಪರಸ್ಪರ ನೀವು ಸಮ್ಮತಿಯನ್ನು ಕೊಡ್ತಾರಾ ಇಲ್ವಾ ಅಂತ ರೀತಿಯಲ್ಲಿ ಉಂಗುರವನ್ನು ಪರಸ್ಪರ ಹಾಕಿಕೊಂಡು ನೀವು ಅದನ್ನು ಮಾಡಿದ್ದೀರಿ. ಪುನಃ ಅದನ್ನು ಇಲ್ಲಿ ಈ ಒಂದು ಸಮೂಹದಲ್ಲಿ ನಾವು ಕೇಳ್ತಾ ಇದ್ದೇವೆ, ಸಮ್ಮತಿಯನ್ನು ಕೇಳುವಂಥದ್ದು. ಇಲ್ಲಿ ನಿನ್ನ ಮುಂದಿರುವಂಥ, ಇಲ್ಲಿ ನಿಂತಿರುವಂಥ ಆಲ್ವಿನನ್ನು ನೀನು ಧರ್ಮಸಭೆಯ ಕಾನೂನುಗಳ ಪ್ರಕಾರ ಹಾಗೂ ಧರ್ಮಸಭೆಯ ನಡವಳಿಕೆ ಪ್ರಕಾರ ನಿನ್ನ ವರನಾಗಿ ಸ್ವೀಕರಿಸಲು ಸಮ್ಮತಿಯನ್ನು ಕೊಡ್ತೀಯಾ ಅಂತ ನನ್ನಲ್ಲಿ ಕೇಳಲಿಕ್ಕಿದ್ದಾರೆ. ಅದು ಕನ್ನಡದಲ್ಲಿ, ಅವರು ಇಂಗ್ಲೀಷಲ್ಲಿ ಕೇಳ್ತಾರೆ ಧರ್ಮಗುರುಗಳು. ಆಗ ನೀನು ಎಸ್ ಅಥವಾ ನೋ ಹೇಳಬೇಕು. ಇಲ್ಲಿ ಅದು ಟೇಕನ್ ಫಾರ್ ಗ್ರಾಂಟೆಡ್ ದಟ್ ಯು ವಿಲ್ ಸೇ ಎಸ್. ಅದೇ ರೀತಿ ಅವನಿಗೆ ಕೂಡ ಕೇಳಲಿಕ್ಕೆ ಉಂಟು, ನಿನ್ನ ಮುಂದೆ ನಿಂತಿರುವ ಶಾಂತಿಯನ್ನು ನಿನ್ನ ವಧುವಾಗಿ ನೀನು ಸ್ವೀಕಾರ ಮಾಡ್ತೀಯಾ, ಅದಕ್ಕೆ ನೀನು ನಿನ್ನ ಸಮ್ಮತಿಯನ್ನು ಕೊಡ್ತೀಯಾ ಆಲ್ವೇನ್ ಅಂತ ಕೇಳುವಾಗ ಅದನ್ನು ಅವನು ಕೊಡ್ತಾನೆ. ಇದು
ಸೂಚನೆ ಮಾಡುವುದೇನೆಂದರೆ, ನಾನು ಮೊದಲೇ ಹೇಳಿದ್ದೇನೆ, ನಮ್ಮ ಸಂಸ್ಕಾರಗಳು ನಾವು ಉಪಯೋಗ ಮಾಡುವಂಥ ವಸ್ತುಗಳ ಮುಖಾಂತರ ಹಾಗೂ ಇದಕ್ಕೆ ನೇತೃತ್ವ ಕೊಡುವಂಥ ಕಾರ್ಮಿಕರ ಅವರ ಪ್ರಾರ್ಥನೆಗಳ ಮುಖಾಂತರ ದೇವರ ಅದೃಶ್ಯವಾದಂಥ ಕೃಪಾವರಗಳನ್ನು ದೃಶ್ಯವಾದ ರೀತಿಯಲ್ಲಿ ಒಬ್ಬ ವಿಶ್ವಾಸಿಯ ಒಂದು ಸಮೂಹದ ಮಧ್ಯದಲ್ಲಿ ಉಂಟು ಮಾಡುವಂಥ ದೇವರ ಸ್ವೀಕಾರ ಮಾಡುತ್ತೇನೆ ಎಂಬ ಇವರ ಆ ಸಮ್ಮತಿ, ಅದು ಇಲ್ಲಿ ಈ ಸಂಸ್ಕಾರದ ಒಂದು ಅತಿ ಪ್ರಧಾನವಾದಂಥ ಈ ಉಂಗುರಗಳನ್ನು ಒಡಂಬಡಿಕೆಯ ಮಾದರಿಯಲ್ಲಿ ಪರಸ್ಪರ ಇವರಿಗೆ ಪ್ರಾರ್ಥನೆ ಮುಖಾಂತರ ಕೊಡಲಿದ್ದೇವೆ. ಯೆಹೋವನ ಆದ ದೇವರು ಇಸ್ರಾಯೇಲ್ ಜನತೆಯೊಂದಿಗೆ ಮಾಡಿದ ಆ ಒಡಂಬಡಿಕೆ, ಅದನ್ನು ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕರ್ತರಾದ ಯೇಸು ಕ್ರಿಸ್ತರು ತನ್ನ ಶರೀರ ಮತ್ತು ರಕ್ತವನ್ನು ರೊಟ್ಟಿ ಮತ್ತು ದ್ರಾಕ್ಷಾ ರಸದ ಮೂಲಕ ಹೊಸ ಒಡಂಬಡಿಕೆಯ ಸ್ಥಾಪನೆ ಮಾಡಿ ನಮಗೆ ಕೊಟ್ಟಿರುತ್ತಾರೆ. ಈ ಪರಸ್ಪರ ಉಂಗುರವನ್ನು ಅವರಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಕೊಡುವಾಗ ಇಲ್ಲಿ ಅವರು ಪರಸ್ಪರ ಹಾಕಿಕೊಳ್ಳುವಂಥದ್ದಲ್ಲ, ಧರ್ಮಗುರುಗಳು ಅವರಿಗೆ ಅವರ ಬೆರಳಿಗೆ ಹಾಕಿಕೊಡುವಂಥದ್ದು. ಈ ಸಂದರ್ಭದಲ್ಲಿ ಈ ಒಡಂಬಡಿಕೆಯನ್ನು ನಾನು ಸಮ್ಮತಿಯನ್ನು ಕೊಟ್ಟಿದ್ದೇನೆ ಎಂಬುದನ್ನು ಸೂಚನೆ ಮಾಡುವಂಥ ರೀತಿಯಲ್ಲಿ ಅವರ ಹೃದಯವನ್ನು ಇಲ್ಲಿ ಪರಸ್ಪರ ಕೊಡುವಂಥದ್ದು, ಹೃದಯವನ್ನು ಮನಸ್ಸನ್ನು ಪರಸ್ಪರ ಅವರು ಪೂರಕವಾಗಿ ಕೊಟ್ಟಿರುತ್ತಾರೆ ಎಂಬುದು. ಅದೇ ರೀತಿ ಕಿರೀಟ, ಇಲ್ಲಿ 2 ಸರಗಳಿವೆ, ಅದರಲ್ಲಿ ಕರ್ತರ ಚಿನ್ನವಾದಂಥ ಶಿಲುಬೆಯ ಗುರುತಿದೆ. ದೇವರ ಅದೃಶ್ಯವಾಗಿರುವಂಥ ದೇವರ ಕೃಪಾ ವರದಾನಗಳು ಅತ್ಯುನ್ನತದಿಂದ ಕೆಳಗಿಳಿದು ಈ ಸರಗಳ ಕಂಪನದ ಮೂಲಕ, ಆಶೀರ್ವಾದದ ಮೂಲಕ ಅದನ್ನು ಕಿರೀಟದ ಮಾದರಿಯಲ್ಲಿ ಈ ವಧುವರರ ತಲೆಯ ಮೇಲೆ ಆಶೀರ್ವಾದ ಮಾಡಿ ಅವರಿಗೆ ಕೊಡಲಾಗುವಂಥದ್ದು. ಅದೃಶ್ಯವಾಗಿರುವಂಥ ದೇವರ ಕೃಪೆ ಅವರ ಬದುಕಿಗೆ ಇಳಿದು ಬರುವಂಥ ರೀತಿ. ನಾಲ್ಕನೇದಾಗಿ ಇರುವಂಥದ್ದು ನಮ್ಮ ಭಾರತೀಯ ಪರಂಪರೆಯ ಆಧಾರದಲ್ಲಿ ಮಂಗಳಸೂತ್ರವನ್ನು ಕಟ್ಟುವಂಥದ್ದು. ಮಂಗಳಸೂತ್ರ ಮತ್ತು ಮಾಂಗಲ್ಯ ವಸ್ತ್ರ, ಈ ಸೀರೆ, ಅದನ್ನು ವಧುವಿನ ಕೊರಳಿಗೆ ಕಟ್ಟಿ ವಧುವಿನ ತಲೆಯ ಮೇಲೆ ಒದಿಸಿ ಎಂದೆಂದೂ ನಾವಿಬ್ಬರು ಒಂದೇ ಎಂಬ ಆ ದೊಡ್ಡ ಸಂಕೇತವನ್ನು ಇದರ ಮುಖಾಂತರ ಈ ಸಮೂಹದಲ್ಲಿ ತೋರಿಸಲಿದ್ದೇವೆ. ಆತ್ಮೀಯ ಬಂಧು ಭಗಿನಿಯರೇ, ತುಂಬ ಅಂತರಾರ್ಥವನ್ನು ಒಳಗೊಂಡಿರುವಂಥ ಈ ಸಂಕೇತಗಳು ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ತುಂಬ ಅನುಗ್ರಹಗಳನ್ನು ಕೊಡಲಿ ಎಂದು ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಒಂದು ಉತ್ತಮವಾದಂಥ ವಾತಾವರಣದಲ್ಲಿ ನಿಮಗೆ ಸದಾ ಉಂಟಾಗಲಿ ಎಂಬ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಈ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ, ವಿಧಿವಿಧಾನಗಳಿಗೆ ನಮಗೆ ಸೇರೋಣ. ದೇವರು ನಿಮ್ಮೆಲ್ಲರನ್ನು ಅನುಗ್ರಹಿಸಲಿ. ഭൂമിന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലാശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മനമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടി ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു
അനുഗ്രഹിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. പറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും വർഷിക്കുമാറാകണമേ. കർത്താവിൽ നമ്മുടെ മകനായ ആൽവിൻ ഈ നിൽക്കുന്ന ശാന്തിയെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? Shanti, our daughter-in-law, in accordance with divine ordinance and the precepts of the Holy Church, do you consent to marry Alvin, who is here present? Did you hear this declaration of consent? ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോട് കൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാകുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയമായ ഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യഭാജങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും അർപ്പിക്കുമാറാകണമേ. മോറാൻ വലോഹാൻ വൽമീ. പരിശുദ്ധമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതരായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരരെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം
മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകണമേ. ബാറക്കിമോർ ഹോശോ വബകുൽ സ്ബാൽ വൽമീസ് സർവജനമുദർത്തിടുക ഹല്ലേലൂയ. വിവരിക്കോ നിൻ നൃപനോടൻ കൃതികൾ പണ്ഡിത കവിതൻ തൂലികയൻ രസന ഹല്ലേലൂയ. മാനുഷനാവി കാളതി കമനീയം നിന്നതരേ കൃപ ചൊരിയപ്പെട്ടു ഹല്ലേലൂയ. നിന്നെ നിത്യം ദൈവം വാഴ്ത്തി. യോദ്ധാവേ നിൻ ബഹുമതിയാൽ ഹല്ലേലൂയ. അരയിൽ ധരിക്കൂ നിൻ മഹിമ ജയിക്കും. ബാറക്കുമോ ശുഭഹോല ബോല ബറുവറുഹു ഖദീശോ. മൂലം മാതാമൽപോലം വൽമീനാമേ. ഉപമഗണാ ശ്രീമോക്ഷം ആലേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ. പതിനായിരമതിലുത്തമനാ ശുഭ്രൻ യാക്കോബിൻ ലതയിൽ പ്രബലൻ ലബനോൻ ആരകിനിൽ പാർത്തിടുകിൽ. ദൈവസമൻ ഉന്നതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. പ്രജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്നെ നിർമ്മല രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹ നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും ശ്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സ്വദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവ്വം സഹായിക്കുകയും അതിൻ്റെ വിശ്വാസത്തെ മനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന് ഉപരിസ്ഥനും അതീതനും സദാ നന്മയുടെ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചുപോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദയവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു.
മൗത്വത്തിന്റെ നിലയെങ്കിൽ നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയെ ശക്തിയോടെ നീ ചവിട്ടി നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി കൊടുക്കുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവിക ദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച വിശുദ്ധ ശ്രീയന്മാർ മുഖേന പരിപൂർണയാക്കി വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി പൂർണ്ണമാകണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവം നമ്പുരാനെ, നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശദീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവികാശികളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുമ്പാകെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഓശോ വബുകുലിശ്ബാൻ ലവൽ മേ. Menalun kabel do suedo be shubkono datoi badrai honon malawon walmin. പതിവ്രതയാ പരിപാവന സഭയെ മാനോനാഥൻ ഭരണം ചെയ്തു. ശീമോന്യോ എന്നിവരെ ആഹ്വാനം ചെയ്യിപ്പിച്ചേ. സുവിശേഷം സഭയെ അവർ രക്ഷിച്ചിടാർക്കുമോ. Shubahona bala baru ruhu kadisho. മൂലം വാദാമുൽമൂലം പുൽമീനാമേ. നിശ്ചയം നിർമ്മലവുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സത്യമണവാള, നിന്റെ പ്രാഭവത്തിന് മുൻപിൽ നിൽക്കുന്ന ഇണയവരായ ഞങ്ങളുടെ മാധ്യസ്ഥതയിൽ നിന്റെ ദാസർ പരസ്പരം വിവാഹ നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയ പരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും നീ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിനുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനെ എപ്പോഴും
എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശ്രവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോതിരങ്ങൾ ആശ്വദിക്കപ്പെടുന്നു. തന്റെ വലത്ത് കൈ കരുണാപൂർവം നിങ്ങളിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴുകൾ നൽകുന്നതുമായ വലത്ത് കൈ നിന്നോടുകൂടെ ആയിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹാ തന്റെ അനുഗ്രഹപൂർണമായ വലത്ത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പ്രകാരം വിശുദ്ധാചാര്യന്മാരുടെ കയ്യിൽ നിന്നെന്ന പ്രകാരവും നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മാ ശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിക്ഷത്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയാനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലിപുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മലപാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താ ശ്രേഷ്ഠമാക്കുകയും ചെയ്യട്ടെ. ഇസാഖിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ടും പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ എന്നതധികമായ വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമാം വിധത്തിലുമുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന സൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നദ്ധയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹപൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, ഞാൻ നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃത്തുക്കളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ഇതിനുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്ലേബായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കണമേ. ഇന്ദ്രനീവൻ ഞാൻ ധന്യ
നോക്കി സ്വാഗതമോതുന്നേ താതനി നേരം ഞാൻ പോകി വിട്ടിടാൻ ഞാൻ നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങളെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വിജയശ്ലീബ രാവും പകലും നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളോട് സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും 2 ലോകങ്ങളും നീക്കും ചെറിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനന്തമായ വിരുന്നിനും അനശ്വരമായ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്കും ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നടക്കുന്നുണ്ട് പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും അനേക സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മോറാൻ വാലോകാൻ ലവൽമീൻ. അതിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ആദം ഹൗവ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ അബ്രഹാം സാറ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ മിസ്രൈമിൽ യോസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ കർത്താവേ, പരസ്പരം സംയോജിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. നിൻ ശക്തിയിലർജൻ മോദിക്കും നാഥ തന്റെ അഭിലാഷം
നീ അവനെ നിജയാചന നിരസി ചതുമില്ല സത്വരമവനായി നീ നൽകി ഹല്ലേലൂയ ഹല്ലേലൂയ മഹിമയുടെ ശിരസിൽ ചൂടിച്ചോ നിന്നോടു ജീവനിരുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ദീർഘായുസ്സ് നീ അവനേകി ബാറക്കുമോ ശബഹുല ബലബറോ വൽറൂഹു ഖദീശോ തിരുസഭയമേ സ്വർഗത്തിൽ മണവറതിൻ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ മേലുയരത്തിൽ നിന്നെ ശബ്ദഗണങ്ങൾ ദൂതരിവർക്കെല്ലാം മേലാസ്തവൻ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതി സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുന്നവനുമായ വല്ലഭത്വമുള്ള കർത്താവിന് സ്തുതി. സിംഹാസനാരൂഢനും അനാദിപതിനുമായി തനിക്ക് മാലാഖമാരാൻ ആരാധന അർപ്പിക്കുന്നു. അവൻ തന്റെ കൃപാബാഹുല്യത്താൽ ഞങ്ങളിൽ ഏതോ നിന്റെ പക്കലേക്ക് ഞങ്ങളുടെ വർഗത്തെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ ശ്രേഷ്ഠനും പരമോത്കൃഷ്ടനുമാകുന്നു. അന്യമായി പോയ ഞങ്ങളുടെ സ്വഭാവത്തെ സ്നേഹമൂലം തനിക്ക് സമീപസ്ഥമാക്കി. യാതൊരു തത്വജ്ഞാനിക്കും താർക്കികനും അവനെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ല. എല്ലാവരും അവന്റെ അസ്തിത്വത്തെ ആരാധിക്കുന്നു. അവൻ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. അവൻ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നവന് സദാസുരുടെ കിരീടവാഴ്ത്തലിന്റെ ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്ത്യാദര പുരസ്സരം നിന്നെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭയചകിതരാകുകയും ചെയ്യുന്നു. കർത്താവേ, അവർണ്യമായ നിന്റെ കരുണയുടെയും നിസ്സീമമായ നിന്റെ ദയയുടെയും സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെയും
നിഴലിലും ദയയിലും തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നവരുമായിരിക്കുവാൻ ഇടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയി തീരട്ടെ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആധ്യാത്മിക മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. ഞങ്ങളെ നിന്റെ വിശുദ്ധർക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരണമേ. കർത്താവേ, ഞങ്ങളുടെ പരേതരായ വിശ്വാസികളെ ആശ്വസിപ്പിച്ച് നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ആനന്ദിപ്പിക്കണമേ. എന്നാൽ നീ ഉത്തമനും മനുഷ്യരിൽ പ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിനോടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളും നീക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി ജാതികളിൽ സുതൈ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം പനിനീർക്കു സമസമം സഭയെ അഖില മനോജീനി മലിനോ ശ്രീമായി വന്നിപ്പതിരാ രാജാവാമശിഹ ഹല്ലേലൂയ പാലിക്കും നിന്നെ പാർക്കുമോ. ശുഭഹുല ബോല ബ്രോവൽ റോഹോ കാദീശോ. ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പൂകിടാൻ സാധ്യമതല്ല. ബന്ധിതമവമൂന്നും അവ തന്നിടയിൽ ലേശം വഴുതില്ല. താതസുതാരോ കുതിശായാം തൃത്വമഭേദ്യം താൻ മഹിമയിഴും മധു തുല്യം ഞാൻ നിൽപ്പൂ അവർ മധ്യേ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. പാർക്കുമോർ കാനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയ മനുഷ്യ സ്നേഹിയും നീതിയുടെയും സത്യത്തിന്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായി നിന്റെ വലത്ത് കൈ ഇവരിൽ ആവസിപ്പിക്കണമേ. ആധ്യാത്മികമായി നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്ത വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിരുന്നിന് ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും
എല്ലാത്തിനും വേണ്ടി നമ്മുടെ ദൈവമായ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിനും ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവൻ്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാർക്കിമോ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേശയുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. വന്നവനുമായിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായ സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ വാക്കുകൾ അവസാനിപ്പിച്ച് യേശു ഗലീല വിട്ട് ജോർദാനക്കരെ യൂദായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീസയരടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദിമുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ. ഷൈനോ അൽ ശ്ലോ